മലയാളികളുടെ പ്രിയപ്പെട്ട പരിപാടിയായിരുന്നു സ്റ്റാർ മാജിക്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മലയാളി ജീവിതത്തിന്റെ ഭാഗമായി മാറാൻ സ്റ്റാർ മാജിക്കിന് സാധിച്ചിരുന്നു. മിമിക്രി താരങ്ങളും സീരിയൽ താരങ്ങളും ഒത്തുചേരുന്ന വേദി ചിരിയുടെ പൂരമായിരുന്നു. സ്റ്റാർ മാജിക്കിലൂടെ സീരിയലുകളിലെ പല വില്ലൻ മുഖങ്ങളും ജനപ്രിയരായി മാറുന്നത് കണ്ടു. പലരെയും പ്രേക്ഷകർ അടുത്തറിഞ്ഞു. നേരത്തെ അധികം ചർച്ചയാകാതിരുന്നവർ താരങ്ങളായി മാറുന്നതും കണ്ടു. അതേസമയം കടുത്ത വിമർശനങ്ങളും സ്റ്റാർ മാജിക് നേരിട്ടിരുന്നു. സ്ത്രീവിരുദ്ധത, വംശീയത, വർണ്ണവിവേചനം, ബോഡി ഷെയ്മിംഗ്, ദയാർത്ഥ തമാശകൾ തുടങ്ങിയ പല വിമർശനങ്ങളും സ്റ്റാർ മാജിക്കിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഷോയുടെ ജനപ്രീതിയെ ബാധിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം ഷോ നിർത്താൻ തീരുമാനിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്റ്റാർ മാജിക് അവസാനിപ്പിച്ചതെന്ന ചോദ്യം ആരാധകർക്കിടയിൽ വളരെ ശക്തമാണ്. നേരത്തെ നടനും സ്റ്റാർ മാജിക്കിൽ നേരത്തെ ഉണ്ടായിരുന്ന താരവുമായ സാജു നവോദയ നടത്തിയ വിമർശനമാണ് ഷോയുടെ വിരാമത്തിലേക്ക് നയിച്ചതെന്ന് ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് നടിയും സ്റ്റാർ മാജിക് താരവുമായ ഡയാന ഹമീദ്. തന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി 1-2 ടോക്സിന് നൽകിയ അഭിമുഖത്തിലാണ് ഡയാന മനസ്സ് തുറന്നത്. ചാനലിന്റെ തീരുമാനമാണ്. ഏകദേശം 7 വർഷത്തോളം ഓടിയ പരിപാടിയാണ്. പലതരത്തിലുള്ള വിനോദവും നൽകിയിട്ടുണ്ട്. ഇനി പുതിയ തരത്തിലുള്ള എന്തെങ്കിലും ആയിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത്. ചാനലിന്റെയും ഷോ ഡയറക്ടറുടെയും തീരുമാനമാണ്. അവർ അങ്ങനെ തീരുമാനിച്ചതായിരിക്കും, ഡയാന പറയുന്നു. നടന്റെ വിമർശനമാണോ ഷോ അവസാനിപ്പിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ചുമ്മാ പറയുന്നതാണെന്നായിരുന്നു ഡയാനയുടെ മറുപടി. ഇതിനിടെ അഭിമുഖത്തിലൊപ്പം ഉണ്ടായിരുന്ന ജാഫർ ഇടുക്കിയും പ്രതികരിക്കുന്നുണ്ട്. ഞാനും മണിയൻ പിള്ള രാജു ചേട്ടനുമൊക്കെ അഭിനയിച്ചു കൊണ്ടിരുന്ന ഒരു പരമ്പരയുണ്ടായിരുന്നു. 20-25 കൊല്ലം മുമ്പത്തെ കഥയാണ്. കുറെ കാലം ഓടിയതാണ്. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അതേ പേരിനോട് സാമ്യം തോന്നുന്ന വേറെ സീരിയലൊക്കെ വന്നു. അതുപോലെ സ്റ്റാർ മാജിക്കും ഒന്ന് പുതുക്കാനാണെങ്കിലോ. അല്ലാതെ ഈ പറയുന്നതൊക്കെ ചുമ്മാ പറയുന്നതാണെന്നാണ് ജാഫർ ഇടുക്കി പറഞ്ഞത്.